നമസ്കാരം. ഓം 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 കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 30. 24 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഖരനും ശ്രീരാമനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. ശ്രീരാമന് നിഷ്പ്രയാസം ഖരനെ കൊല്ലാമെങ്കിലും അതിന് താമസം വരുത്തുകയാണ് ശ്രീരാമൻ. എന്തെന്നാൽ ഖരനും തൻ്റെ ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയും തൻ്റെ സാമർഥ്യം വെളിപ്പെടുത്തുകയും വേണം. അതാണല്ലോ യുദ്ധനീതി. അങ്ങനെ അതിഘോരമായ യുദ്ധം നടക്കുന്നു. ഖരൻ എയ്യുന്ന ബാണങ്ങളെല്ലാം ശ്രീരാമൻ നിഷ്പ്രയാസം തടുക്കുന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 25. സർഗം 30. സതദ്ദത്തം മഘവതാ സുരരാജേന ധീമതാ സംദധേ ച സധർമാത്മാ മുമോച ച ഖരം പ്രതി. ശ്ലോകം 26. സവിമുക്തോ മഹാബാണോ നിർഘാത സമനിസ്വനഃ രാമേണ ധനുരായമ്യ ഖരസ്യോരസി ചാപതത്. 25-26 ശ്ലോകങ്ങളുടെ അർത്ഥം. ധീമാനും സുരരാജനുമായ ഇന്ദ്രൻ കൊടുത്തിരുന്നതായ ആ ബാണം ഖരന് നേരെ എയ്ത് രാമൻ വില്ലുകുലച്ച് തൊടുത്ത ആ മഹാബാണം ഇടിവെട്ടുവണ്ണമുള്ള ശബ്ദത്തോടെ ഖരൻ്റെ മാറിൽ പതിച്ചു. ശ്ലോകം 27. സ പപാദഖരോ ഭൂമൗ ദഹ്യമാന ശരാഗ്നിന രുദ്രേണേവ വിനിർദഗ്ധ ശ്വേതാരണ്യേ യഥാന്തക. ആ ശരാഗ്നി കൊണ്ട് ദഹിക്കുന്നവനായി ശ്വേതാരണ്യത്തിൽ രുദ്രനരിച്ച അന്ധകനെന്ന അസുരനെ പോലെ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ യമനെ എന്ന പോലെ ഭൂമിയിൽ വീണു. ശ്ലോകം 28. സ വൃത്ര ഇവ വജ്രേണ ഫേനേന നമുചിര്യഥാ ബലോ വേന്ദ്രാശനിഹതോ നിപപാത ഹതഖരഃ. വൃത്രനെ വജ്രം കൊണ്ടും ബലനെ അശനി കൊണ്ടും നമുചിയെ കടൽനുര കൊണ്ടും ഇന്ദ്രൻ വധിച്ച പോലെ ആ രാമബാണം ഖരനെ വീഴ്ത്തി. ശ്ലോകം 29-30. ഏതസ്മിന്നന്തരേ ദേവാചാരണൈ സഹ സംഗതാഃ ദുന്ദുഭിക്ഷാഭി നിഘ്നന്ത പുഷ്പവർഷം സമന്തത. ശ്ലോകം 30. രാമസ്യോപരി സംഹൃഷ്ട വവർഷുർവിസ്മിതാസ്തദാ അർത്ഥാധിക മുഹൂർത്തേന രാമേണ നിശിതൈശരൈഹൈ. ഈ സമയത്ത് ദേവന്മാരും ചാരണന്മാരും എത്തിച്ചേർന്ന് ദുന്ദുഭികൾ മുഴക്കി ചുറ്റും നിന്ന് പുഷ്പവർഷം ചെയ്തു. 31, 32, 33 ശ്ലോകങ്ങൾ. ചതുർദശസഹസ്രാണി രക്ഷസാം കാമരൂപിണാം ഖരദൂഷണമുഖ്യാനാം നിഹതാനി മഹാമൃധേ. അഹോ ബദമഹത്കർമ്മ രാമസ്യ വിദിതാത്മനഃ അഹോ വീര്യമഹോദാർഢ്യം വിഷ്ണോരിവ ഹി ദൃശ്യതേ. ഇത്യേവമുക്ത്വാ തേ സർവേ യയുർദേവാ യഥാഗതം തതോ രാജർഷയഃ സർവേ സംഗതാ പരമർഷയഃ. 33, 32, 33 ശ്ലോകങ്ങളുടെ അർത്ഥം.
ആനന്ദഭരിതനും വിസ്മിതരുമായ അവർ രാമൻ്റെ ശിരസിൽ പൂക്കളാൽ അർച്ചനാവർഷം ചെയ്തു. നിശിത ശരങ്ങളെ കൊണ്ട് 3 നാഴികയ്ക്കുള്ളിൽ 14,000 രാക്ഷസരെയും കാമരൂപികളായ ഖരൻ, ഭൂഷണൻ മുതലായവരെയും മഹായുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. അഹോ, വിഖ്യാതവീരനായ രാമൻ്റെ ഈ കർമ്മം അത്യാശ്ചര്യകരം തന്നെ. എന്തു വീര്യം, എന്ത് നിശ്ചയദാർഢ്യം, വിഷ്ണുവിൻ്റെ വിക്രമത്തിന് തുല്യം എന്നിങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് ആ ദേവന്മാർ പ്രത്യക്ഷരായതുപോലെ തന്നെ അപ്രത്യക്ഷരായി. അപ്പോഴേക്ക് രാജർഷിമാരും പരമർഷിമാരും വന്നു ചേർന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.